الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യം, അല്ലാഹുവിന്റെ പ്രവാചകരെ, പാരത്രിക ലോകത്ത് നമ്മൾ കുടുംബവും ബന്ധങ്ങളും ആളുകളുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കുകയും നോക്കുകയും ചെയ്യില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആയിഷ, പരലോകത്തിന്റെ ഭീകരതയിൽപ്പെട്ട ഒന്നാണ് എല്ലാവരും തന്റെ ഉറ്റവരെക്കുറിച്ചും ഉടയവരെക്കുറിച്ചും മറ്റാരെക്കുറിച്ചും അശ്രദ്ധമാകുന്ന 3 സന്ദർഭങ്ങളുണ്ട് എന്നാണ്. ആ 3 സന്ദർഭങ്ങൾ ഏതാണ്? ഒന്ന്, നമ്മുടെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന മീസാൻ, അതിൽ കർമ്മങ്ങളെയും നമ്മയും നമ്മുടെ കർമ്മരേഖയും എടുത്തു വെക്കുമ്പോൾ അത് തൂങ്ങുന്നുണ്ടോ, തൂക്കം കുറയുന്നുണ്ടോ? ഈ 2 കാര്യത്തിൽ ഭാരം തൂങ്ങുന്നതുവരേക്കും അവർ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഉറ്റവരെക്കുറിച്ചും അശ്രദ്ധരായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ നിമിഷം തങ്ങളുടെ മുന്നിൽ രേഖകൾ നൽകപ്പെടുന്ന ആ ഒരു സന്ദർഭമാണ്. തന്റെ പ്രവർത്തനത്തിന്റെ രേഖകൾ തനിക്ക് മുന്നിൽ നീട്ടപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ അത് വലത് കൈയിലാണോ നൽകപ്പെടുന്നത്, അതല്ല ഇടത് ചുമലിന്റെ പിന്നിലൂടെയാണോ തനിക്ക് നൽകപ്പെടുന്നത്? ഈ സന്ദർഭത്തിലാണ് ആളുകൾ തങ്ങളുടെ മറ്റെല്ലാവരെക്കുറിച്ചും അശ്രദ്ധമാകുന്ന, മറ്റാരെയും പരിഗണിക്കാത്ത സന്ദർഭമുണ്ടാകുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നരകത്തിനു കുറുകെ സ്ഥാപിക്കപ്പെട്ട സിറാത്തിലൂടെ കടന്ന് അങ്ങറ്റം എത്തുന്നതുവരേക്കും ആരും ആരെയും പരിഗണിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ തുലാസിൽ ഭാരം തൂങ്ങാൻ, നമ്മുടെ വലത് കൈയിൽ കിതാബ് നൽകപ്പെടാൻ, സിറാത്തിലൂടെ അതിവേഗതയിൽ കുതിച്ച് സ്വർഗത്തിന്റെ വാതായനങ്ങളിലൂടെ സ്വർഗീയാനുഭൂതികളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? അതിനുവേണ്ട വിശ്വാസവും കർമ്മവും പ്രമാണബദ്ധമായ ജീവിതവുമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും നമുക്കെന്തുകൊണ്ടതിന് സാധ്യമാകുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വർഗത്തിൽ മീസാനിൽ കനം തൂങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി
ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം. രണ്ട് വാക്ക് അത് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയമാണ്. നാവിന് ഭാരം കുറഞ്ഞതാണെങ്കിലും മീസാനിൽ ഭാരം കൂടിയതാണ്. പക്ഷേ ഏതാണ് ആ വാക്ക്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ആ ഒരു വാക്ക് ഉരിയാടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമുക്കുണ്ടാകുന്ന ജാഗ്രതയും ശ്രദ്ധയും ആ ഒരു ഔത്സുക്യവും ആ ഒരു ഉന്മേഷവും നമ്മുടെ ഇഹപര ലോകത്തെ വിജയത്തിനുതകുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. ആരാധനയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മടിയാണ്, അല്ലെ? ഒരു ഫർള് നമസ്കാരം നിർവഹിക്കുന്ന ആൾക്ക് 4 റക്അത്ത് നിസ്കരിച്ചവന് 2 റക്അത്ത് സുന്നത്തൊരു ഭാരമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ ഒരു സന്ദർഭത്തിലേക്ക് അവന് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിന് മടിയാണ്. ഖുർആൻ ഓതാൻ മടിയാണ്, ദിക്റിന് മടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുണ്യമാക്കി പഠിപ്പിച്ച എത്രയോ കാര്യങ്ങളുണ്ട്, അല്ലെ? സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. ആ നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഈ ദുനിയാവും അതിലുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് നിനക്ക് സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. ഫർള് നമസ്കാരത്തിന് പുറമെ 12 റക്അത്ത് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനൊരു വീട് പണിതു കൊടുക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് റിവായത്ത് ചെയ്തത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത സഹാബിയോട് പറയുന്നുണ്ട്, റസൂലിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം എന്റെ ഒരു സുന്നത്ത് നമസ്കാരവും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 2 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, മഗ്രിബിനും ഇശാക്കും ശേഷം 2 വീതം റക്അത്തുകൾ ചേർത്തു വെച്ചാൽ 12 റക്അത്താണ്. സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ അല്ലെ എത്ര സന്ധികളുണ്ട്? ആ 300 ചില്ലാനം സന്ധികൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കണം. 300 ചില്ലാനം സന്ധികൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കണം. ആ സ്വതക്ക നമുക്ക് 2 റക്അത്തിലൂടെ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റക്അത്ത് ഏതാണ്? ളുഹാ നമസ്കാരമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ളുഹയുടെ 2 റക്അത്ത് നമസ്കാരത്തിലൂടെ 300 ചില്ലാനം സന്ധികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്വതക്കക്ക് തുല്യമാണതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുന്ന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ഉരിയാടുന്നതിന് പകരമാണത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര മഹത്വമുള്ള കർമ്മങ്ങളാണ് പലപ്പോഴും നമ്മൾ പാഴാക്കി കളയുന്നത്. നമുക്കാകട്ടെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ആനന്ദങ്ങൾക്കും സന്തോഷങ്ങൾക്കും വിനോദങ്ങൾക്കും സമയം ചിലവഴിക്കുന്നിടത്ത് ഒരു മടിയും ആളുകൾക്കില്ല. എത്ര സമയവും ചിലവഴിക്കാൻ ആളുകൾ റെഡിയാണ്, എത്രയും സമ്പത്ത് ചിലവഴിക്കാൻ ആളുകൾ റെഡിയാണ്, എത്രയും ഫോണിൽ നോക്കിയിരിക്കാൻ ആളുകൾ റെഡിയാണ്. എന്താണ് ഈ നോക്കുന്നത് കൊണ്ട് എനിക്കുള്ള ഗുണമെന്ന് പോലും ചിന്തിക്കാതെയാണ് ആളുകൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയും സമയം ചിലവഴിക്കാൻ പെടാപാടുപെടുന്ന മനുഷ്യന്മാര് നഷ്ടപ്പെടുത്തിക്കളയുന്ന നിരവധി പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരുന്ന് ദിക്റും ദുആയും ഒക്കെ ചെയ്ത് ഒരാള് അയാളുടെ സമയം ചിലവഴിക്കുകയാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ച് അല്പനേരം കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പുണ്യം പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പുണ്യമാണ്. പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പുണ്യം. സുന്നത്ത് നമസ്കാരത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ ഫർളിലെ പോരായ്മകൾ നികത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴി ഫർളായ കാര്യങ്ങളാണ്. അങ്ങനെ അടുത്ത് പടച്ച റബ്ബിന്റെ ഇഷ്ടം നേടാനുള്ള വഴി അതെന്താണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സുന്നത്തായ കാര്യങ്ങളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സ്വഹാബി വന്നു. നബി അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം വുളു എടുക്കാനുള്ള വെള്ളം കൊടുത്തു. റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, സൽ, നീ ചോദിച്ചു പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ ഗൈറ ദാലിക്, ഇതല്ലാത്ത വേറെ വല്ലതും നിനക്ക് വേണോ? റബീഅത്ത് ബിൻ ഖഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോയാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅഇന്നി അലാ ദിക്രിക അലാ നഫ്സിക ബികസ്റതി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചോ.
ഫർളായ നമസ്കാരങ്ങളിലൂടെ നാം നിർവഹിക്കപ്പെടുന്ന സുജൂദുകൾക്ക് പുറമെ എത്രയെത്ര സുന്നത്തായ നമസ്കാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫർദിന്റെ മുമ്പും പിമ്പുമായിട്ട് തന്നെ നിരവധി സുന്നത്തുകൾ, റവാത്തിബായി എണ്ണാത്ത സുന്നത്തുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റക്അത്തുകളാണ്. ആരെങ്കിലും അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ കാരുണ്യം ചൊരിയുമെന്ന് ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. സല്ലു ഖബ്ലൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിന് മുമ്പ് ബാങ്കിനും അതുപോലെ തന്നെ ഇഖാമത്തിനും ഇടക്ക് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ്, ബിലാലെ, നിങ്ങളുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗ്ഗത്തിൽ കേൾക്കുന്നല്ലോ, എന്താണ് കാരണം? അദ്ദേഹം പറയാൻ, എപ്പോൾ വുദു എടുത്താലും നബിയെ ഞാൻ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാലടി ശബ്ദം സ്വർഗ്ഗത്തിൽ കേൾക്കാൻ കാരണമായത്. നമ്മുടെ വിലപ്പെട്ട നെറ്റിത്തടം അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ കുനിച്ചു വെക്കുമ്പോ എത്ര വലിയ പുണ്യമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഒരു തെറ്റ് സംഭവിച്ചു പോയ ഒരാൾക്ക് ആ തെറ്റിൽ നിന്ന് അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദു ثم قام فصلى ركعتين او 4 يحسن فيهن الخشوع ثم استغفر الله غفر له. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചു. അയാൾ വുദു എടുത്തു, ഏറ്റവും നല്ല നിലക്ക് വുദു എടുത്തു, എന്നിട്ട് അയാൾ 2-4 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് അയാൾ പാപമോചനം തേടിയാൽ ആ പാപം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. ഒരാൾക്ക് 2 കാര്യം മുന്നിൽ വന്ന് നിൽക്കാൻ, ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന ആശങ്കയിലാണ്. അയാൾ പോയി വുദുവെടുത്ത് ആ കാര്യത്തിൽ ഖൈറും ഷർറും അറിവുള്ളവരോട് ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം എടുക്കാൻ തീരുമാനിച്ച് 2 റക്അത്ത് വുദുവെടുത്ത് അയാൾ നമസ്കാരം നിർവഹിച്ച് നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അദീം എന്ന് തുടങ്ങുന്ന ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന ഉരുവിട്ട് അയാളുടെ തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോട്ടെ എന്നാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, ഈ കാര്യം എനിക്ക് എന്റെ ദുനിയാവിനും എന്റെ ദീനിനും ഗുണമാണെങ്കിൽ, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംർ ഖൈറുൻ ലി ഫീ ദീനി വ മആശി വ ആഖിബതു അംരി ഫഖ്ദിർഹു ലീ വയസ്സിർഹു ലീ. അല്ലാഹുവേ, എന്റെ കാര്യത്തിന്, എന്റെ ദീനിന്, എന്റെ ദുനിയാവിന് ഈ കാര്യമാണ് നല്ലതെങ്കിൽ നീ അതെനിക്ക് വേഗം വിധിക്കണേ, എനിക്ക് നീ അത് എളുപ്പമാക്കണേ. സുമ്മ ബാരിക് ലീ ഫീ, എന്നിട്ട് നീ എനിക്കതിൽ ബർക്കത്ത് ചൊരിയണമേ. അപ്പൊ മുന്നിൽ 2 കാര്യം വന്നു നിൽക്കുമ്പോൾ ഏതെടുക്കണമെന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി പടച്ചവനോട് പറയാ, ഈ കാര്യമാണ് എനിക്ക് ഏറ്റവും ഹൈറെങ്കിൽ നീ അത് എളുപ്പമാക്കുകയും എനിക്ക് വിധിക്കുകയും എനിക്ക് ബർക്കത്ത് ചൊരിയുകയും ചെയ്യണമേ. ഇനി ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംർ ശർറുൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബതു അംരി, ഈ കാര്യം എനിക്ക് ഷർറാണ് എന്റെ ദീനിനും എന്റെ ദുനിയാവിനുമെങ്കിൽ നീ എന്നിൽ നിന്ന് അത് നീ തട്ടിക്കളയണമേ, എനിക്ക് നീ അതിനേക്കാൾ ഖൈറായത് വിധിക്കണമേ നീ ഉദ്ദേശിച്ച കോലത്തിൽ എന്ന് പ്രാർത്ഥനയാണ്. അപ്പൊ ഇതൊക്കെ സഹോദരന്മാരെ ജീവിതത്തിൽ നമസ്കാരങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വുളുവിന് ശേഷമുള്ള നമസ്കാരം, അതുപോലെ ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക് സുന്നത്ത് നമസ്കാരം, ജുമഅയുടെ സുന്നത്ത് നമസ്കാരം, പള്ളിയിൽ നിന്ന് 4 വീട്ടിൽ നിന്ന് 2 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായിട്ട് പരിചയപ്പെടുത്തി ജുമഅ നമസ്കാരത്തിന് ശേഷം. അങ്ങനെ നിരവധി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ 2 റക്അത്ത് നമസ്കാരം, മയ്യത്ത് നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പർവ്വത സമാനമായി പുണ്യം ഓഫർ നൽകിയതാണ്. മയ്യത്ത്, ആരെങ്കിലും മയ്യത്ത് സന്ദർശിച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയാൾക്ക് വേണ്ടി നമസ്കാരം നിർവഹിച്ച് മയ്യത്തിന് അനുഗമിച്ച് നമസ്കാരം നിർവഹിച്ചാൽ ഖിറാത്ത്, ഒരു വലിയ മലക്ക് സമാനമായ ഖിറാത്ത്. അയാൾ ജനാസ കബറടക്കാൻ കൂടെ പങ്കാളിയായാൽ ഖിറാത്താനി, 2 ഉഹുദ് മലയേക്കാൾ ഭാരമുള്ള പുണ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ നമുക്ക് ഓഫർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പുണ്യങ്ങൾ ഓഫർ നൽകപ്പെട്ട നിരവധി നമസ്കാരങ്ങളും ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ആരൊക്കെയോ പറയും എപ്പോഴും ദീനിൽ നമുക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ട്, പക്ഷേ പലപ്പോഴും നമസ്കാരത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് പറയുന്നത്. സഹോദരങ്ങളെ, ആ നമസ്കാരത്തെക്കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട്? എപ്പോഴും കേൾക്കുന്ന കാര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ജാഗ്രത കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ വില മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് ആദ്യം നിസ്കാരം വിചാരണക്കെടുക്കും.
അപ്പോൾ നിസ്കാരത്തിൽ കുറെ പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ അള്ളാഹു ചോദിക്കും, ഉൻദുറു ഹല്ലി അബ്ദി മിനത്ത് തതവ്വ, എന്റെ ദാസൻ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കി. ഉണ്ടെങ്കിൽ ആ സുന്നത്ത് നമസ്കാരം എടുത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഫർളിലെ ന്യൂനതകൾ നികത്തുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അല്ലേ? ഖുർആനിൽ പറ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ പേടിച്ചും അവന് പ്രതീക്ഷ അർപ്പിച്ചും രാത്രിയിൽ തന്റെ ബെഡുകളിൽ നിന്ന് എണീക്കുന്ന ആളുകൾ അവരാരാ? രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ്. വാക്കുകൾക്ക് സ്ഥൈര്യവും കാലിന് ഉറപ്പും നിലപാടുകൾക്ക് ബറക്കത്തും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളിലും സഫലീകരണവും ഉണ്ടാകാൻ വലിയൊരു കാരണമാണ് രാത്രി നമസ്കാരം. നിഅമർ റജുൽ അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്. ലൗ സല്ലാ ബില്ലൈൽ, രാത്രി കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫർള് നമസ്കാരത്തിന് പുറമെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് അത്താഴത്തിന്റെ നേരത്തുള്ള നിസ്കാരം. അത്താഴത്തിന്റെ നേരത്തുള്ള നിസ്കാരം അല്ലേ? ആളുകൾ ട്രെയിനിൽ ബുക്ക് ചെയ്യും, AC കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവര് പിന്നെ സ്ലീപ്പറിൽ അതിലെ പുതപ്പും വിരിപ്പും തലയണയൊക്കെ ഉപയോഗിച്ച് കിടന്നിട്ട് രാത്രി 2, 3, 4 മണി വരെ ഫോൺ നോക്കിയിരിക്കും. എന്തിനാണ് ഇത്രയും ആയിരങ്ങൾ ചെലവാക്കി ഇവർ ഈ ടിക്കറ്റ് എടുത്ത് നമ്മൾ ചിന്തിച്ചു പോകും അല്ലെ? എത്ര സമയം ഫോണിൽ നോക്കിയിരിക്കാൻ ആളുകൾ തയ്യാറാണ്, എത്ര രാത്രി വരെ, എത്ര കൂരിട്ട് വരെ. പക്ഷേ അള്ളാഹു ഒന്നാം ആകാശത്തിലുള്ള സമയം, ചോദിക്കൂ ഞാൻ നൽകാം, പാപമോചനം തേടൂ ഞാൻ പുറത്തു തരാം, സഹായം ചോദിക്കൂ നിങ്ങളെ ഞാൻ സഹായിക്കാം എന്ന് അള്ള പറഞ്ഞിരിക്കുന്ന സമയമാണ് സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം. ആ നേരം എണീറ്റൊരു 3 റക്അത്തെങ്കിലും നമസ്കരിച്ച് നമ്മുടെ മനസ്സിലെ വ്യഥകളും ആഗ്രഹങ്ങളും ആശങ്കകളും പടച്ച റബ്ബിനോട് ഇഹപര ആവശ്യങ്ങളും പങ്കുവെക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര ഗുണമുണ്ടാകും അതിലെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. ഇവിടെയൊക്കെ പലപ്പോഴും മടിയാണ് നമ്മളെ മതിക്കുന്നത്. മടി, കസൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എളുപ്പമല്ല ഉണ്ടാക്കുന്നത്, ഭാരമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചെയ്യേണ്ട പണി ഇപ്പൊ ചെയ്താൽ നമുക്ക് ആ പണി കുറഞ്ഞു കിട്ടും. അത് നമ്മൾ അടുത്ത സമയത്തേക്ക് മാറ്റിവെക്കുമ്പോൾ ആ സമയത്തെ ജോലിയും ചെയ്യാതെ പെൻഡിങ് വെച്ച ജോലി കൂടെ നമുക്ക് വരേണ്ട ആവശ്യം വരണം. അതുകൊണ്ട് മടി എന്ന് പറയുന്നത് അത് തസാക്കുലാണ്, ഭാരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഇഹലോകത്ത്, നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഞങ്ങളെ കാലത്തൊന്നും പഠിക്കാൻ പറ്റിയില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താ നിങ്ങളെ കാലത്ത് നിങ്ങൾ സ്കൂളിൽ പോയില്ലേ? അന്ന് സ്കൂളിലായിരുന്നു, സ്കൂളിൽ പറഞ്ഞില്ലായിരുന്നു. സ്കൂളിൽ പോയിട്ട് എന്തോ ചെയ്ത് തിരിച്ചു പോന്നു. അന്ന് പഠിച്ചില്ല, മടിയായിരുന്നു. അല്ലാണ്ട് ഒരു പ്രശ്നമില്ല. ഭക്ഷണം ഇല്ലാത്ത കാലം, സ്കൂളില്ലാത്ത കാലമൊക്കെ കുറച്ച് മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള തലമുറക്ക് സ്കൂളിൽ പോയിട്ടുണ്ടവര്, പക്ഷേ അവര് പഠിച്ചില്ല. കൂടുതൽ ആളുകൾക്ക് പഠിച്ചു, പട്ടിണി കിടന്ന് പഠിച്ചു, അവർ കഠിനാധ്വാനം ചെയ്തു, അവരെത്തേണ്ടടുത്ത് എത്തി. അപ്പൊ നമ്മള് തകാസുൽ കാണിച്ചു, മടി കാണിച്ചതാണ് പലപ്പോഴും നമുക്ക് എല്ലാ രംഗത്തും നഷ്ടങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ കൂടെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിക്കുക. ഈ നേരം വെളുക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ എണീറ്റ ആൾക്കാരൊക്കെ കെസ്ലാനായിരിക്കും. കാരണം ശൈത്താൻ 3 കെട്ടിടും. ആ കെട്ട് പൊട്ടണമെങ്കിൽ 1 പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഇന്ന് നേരം വെളുത്തപ്പോ ഇത് ചൊല്ലിയിട്ട് എണീറ്റ് എത്ര ആളുകളുണ്ട്? 2 നിസ്കരിക്കണം, പോയി വുളു എടുത്ത് നിസ്കരിക്കണം അല്ലെ? വുളു എടുക്കുന്നതോടെ 2ാമത്തെ കെട്ട് പൊട്ടുന്നു, നിസ്കരിക്കുന്നതോടെ 3ാമത്തെ കെട്ട് പൊട്ടുന്നു. ഇത് 3ഉം ഇല്ലാണ്ട് സൂര്യൻ കണ്ണ് തട്ടിയതിനു ശേഷം എണീറ്റ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദിവസം മോശമായിരിക്കും, അവൻ കെസ്ലാനായിരിക്കും. മറ്റുള്ള ആളുകൾ നല്ല ഉന്മേഷമായിരിക്കും, നല്ല സമാധാനത്തോടുകൂടെയുള്ള ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കപടന്മാരുടെ ക്വാളിറ്റി അല്ലെ, അവരുടെ പ്രത്യേകത പറഞ്ഞു. ഖുർആനും പറഞ്ഞു, വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് അവർ നിസ്കരിക്കാൻ നിൽക്കുക. അല്ലെ, ഒരു ഇബാദത്തിന്റെ കാര്യത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ആളുകൾക്ക് ഇതെന്താ തീരാത്ത, ഇതെപ്പോഴാ തീരാ, ഈ ചിന്ത ഉണ്ടാവുക. എന്നാൽ വേറെ വല്ല കാര്യങ്ങളും പെട്ടെന്ന് അരമണിക്കൂർ, 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് പറയും ആൾക്കാർ. ദീനിന്റെ കാര്യത്തിൽ കുസാല, മടിയന്മാരാകുന്നത് കപടന്മാരുടെ ലക്ഷണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ, ഫർദായ കാര്യങ്ങളിൽ അശ്രദ്ധ, സുന്നത്ത് ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ ഡ്യൂട്ടീസ് അത് നിർവഹിക്കാൻ പറ്റാതെ പോകുന്നു. കുല്ലുക്കും റാഇൻ
നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങൾ ഏൽപ്പിച്ച ചുമതല നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഭർത്താവ് എന്ന റോള്, ഭാര്യ എന്ന റോള്, മകൻ മകൾ എന്ന റോള്, ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരൻ എന്ന റോള്, അതൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. അവിടെയൊക്കെ മടിയന്മാരായി നിന്നാൽ അതൊക്കെ നമുക്ക് പരലോകത്ത് വിനയായിട്ട് മാറുമെന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പണി ആയിട്ടുള്ള കാര്യം, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ഹറം. റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ദുർബലതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ദുർബലത എന്താ? എനിക്ക് കഴിവില്ല. കസ്ൽ എന്താ? കഴിവുണ്ട് പക്ഷെ ചെയ്യൂല. ദുർബലത എന്ന കഴിവില്ല, അതുകൊണ്ട് ചെയ്യാൻ കഴിയണില്ല. അപ്പൊ പടച്ചോനെ എന്റെ കഴിവുകേട് നീ നികത്തേണമേ. മറ്റേതെന്താ? കഴിവുണ്ട് പക്ഷെ എനിക്ക് മടിയാണ്. അതുകൊണ്ട് മടിയിൽ നിന്നും കഴിവ് കേടി നമ്മൾ രക്ഷ ചോദിക്കുക പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിനക്ക് നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് നന്നായിട്ട് ശുക്ർ ചെയ്യാൻ, നിന്നെ നന്നായിട്ട് സ്മരിക്കാൻ എന്റെ മനസ്സിനെ നീ പാകപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ മടിയിൽ നിന്ന് രക്ഷ തേടുക. 2, പടച്ച റബ്ബിനോട് നല്ല ഒരു അവസ്ഥ ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു. വിശ്വാസികളെ, നിങ്ങൾ നല്ലോണം ക്ഷമിക്കണം. ക്ഷമിച്ചിട്ട് ഇതിന്റെ അങ്ങേയറ്റത്തെ നമ്മൾ പറയും നെല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ, നല്ലോണം ഫസ്ബിർ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കണം. ആ രംഗത്ത് നീ നല്ലോണം ക്ലേശം സഹിക്കണം. അപ്പൊ മനസ്സാണ് പ്രധാനം. എന്താ, ഒരു ഹോട്ടൽ കാണുമ്പോൾ നമ്മൾ ഇറങ്ങണ ഒരു ഭക്ഷണത്തോട് നമുക്ക് ഇമ്പം, അത് കഴിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ മനസ്സത് ആഗ്രഹിക്കുന്ന മനസ്സിന്റെ ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കുന്നു. ഇതുപോലെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റണം. ഖുർആൻ ഓതിയിട്ട് എണീക്കുമെന്ന് തീരുമാനിച്ചാൽ, നിസ്കരിച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോവുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, ഇനി പെരീപ്പ് നിസ്കരിച്ചോട്ട് കുഴപ്പമില്ല. അതല്ലാണ്ട് നമുക്ക് മിസ്സായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റിയാൽ വിജയമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ സമയം, ആയുസ്, ഇത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ദിവസം. നമ്മൾ ഈ വേസ്റ്റാക്കി കളയുന്ന സമയമൊക്കെ നമ്മുടെ ആയുസ്സാണ്. അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന കാര്യം, ഈ ഡേറ്റ് ഇനി വരുമോ, ഫ്രൈഡേ ഒക്ടോബർ 4, 2024 എന്നൊരു ഡേറ്റ് ഇനി വരൂല. ഇത് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഇന്നത്തേക്ക് മാത്രമാണ്. ഈ ഒരു ദിവസം ഇനി വേറെ വരാനിരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമയം വാല്യബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഈ സമയം പോയാൽ പിന്നെ വരൂല എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ വല്ലതും ചെയ്താലേ പരലോകത്ത് എനിക്കുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ചെയ്യാത്തതിന്റെ പേരിൽ പരലോകത്ത് ഞാൻ വിലപിക്കേണ്ടി വരും എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക. പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ തുടർച്ചയായിട്ട് വൃത്തിക്ക് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ അല്ലെ നമ്മൾ പിന്നെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒന്നും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കർമ്മം ചെയ്യേണ്ടവരാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടെ നാളെ മിസാനിൽ കനം തൂങ്ങാൻ വേണ്ട കർമ്മങ്ങൾ ഞാൻ ഒരുക്കി വെച്ചാൽ എനിക്കവിടെ നിർഭയനായി നിൽക്കാം. എന്റെ കയ്യിൽ, എന്റെ വലത് കയ്യിൽ കിതാബ് കിട്ടിയാൽ എനിക്ക് നിർഭയനായി നിൽക്കാം. നരകത്തിന് കുറുകെ സ്ഥാപിച്ച പാലത്തിലൂടെ എനിക്ക് സമാധാനത്തോടെ പോകാം. ദുനിയാവിൽ എന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അത് ഭംഗിയായി നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സന്തോഷവും ഏറ്റുവാങ്ങി നല്ലൊരു ഭർത്താവായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു മകനായി, നല്ലൊരു ഉദ്യോഗസ്ഥനായി, നല്ലൊരു ജോലിക്കാരനായി, നാട്ടിലെ നല്ലൊരു പൗരനായി, നല്ലൊരു ഭാരവാഹിയായി നമുക്ക് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ എളുപ്പമാണ്. അതുകൊണ്ട് മടിക്ക് നമ്മൾ, പിശാചിന് നമ്മളെ വിട്ടുകൊടുക്കാതെ നമുക്ക് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഒരു നിസ്കാരമാണ് എക്സാമ്പിൾ, സുന്നത്ത് നിസ്കാരമാണ് എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ വിഷയം എടുത്താലും ഒരുപാട് പുണ്യങ്ങൾ സമാഹരിക്കാൻ അവസരങ്ങളുണ്ട്. അത് പാഴാക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ സലഫുകളുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അവർക്കുണ്ടായിരുന്നൊരു ക്വാളിറ്റിയാണ് കണ്ടറിവ് എന്നത്. നമുക്ക് പലപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു ക്വാളിറ്റിയാണത്. അതിനെ നമ്മൾ നല്ലൊരു നീയത്തോടുകൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും. നമ്മുടെ വീട്ടിലൊരു സാധനം കേടുവന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലൊരു അത്യാവശ്യം, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ, നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമാഹരിച്ചു വച്ച ക്യാഷ് ആണെങ്കിലും നമ്മളത് അതിന്റെ ഒരു
പ്രാധാന്യം മനസ്സിലാക്കി അതിലേക്ക് വകമാറ്റി ചിലവഴിക്കും. സ്വാഭാവികമല്ലേ? ഒരു ഹോസ്പിറ്റൽ കേസ് ഇവിടെ വരുമ്പോൾ നമ്മൾ വേറെ ഒരു ലക്ഷ്യത്തിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണം ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? ചിലവഴിക്കും. അത് ഈ നമ്മുടെ മുന്നിലെ ഹോസ്പിറ്റൽ കേസ് എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ്. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പണികൾ, ചില്ലറ പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് വലിയ ചെലവൊന്നുമില്ലാണ്ട് നമ്മളെന്നത് ചെയ്യും. അല്ലെ, വീട്ടിലൊരു ചോർച്ചയുണ്ടെങ്കിൽ ആ ചോർച്ച നീക്കും. വീട്ടിൽ ഒരു ദിവസം മോട്ടർ അടിച്ചു പോയാൽ, അല്ലെ, ഇപ്പൊ കഴിഞ്ഞ മിന്നലിന് കുറെ ഫാനും കുറെ മോട്ടറൊക്കെ അടിച്ചുപോയി കുറെ ആൾക്കാർ, ഒട്ടും വൈകാതെ തന്നെ നമ്മളത് വേഗം പരിഹരിക്കും. കാരണം വെള്ളം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റൂല, നമ്മുടെ കുടുംബിനികൾക്കും അത് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് എന്തൊരു കാര്യമാകട്ടെ, നമ്മുടെ ഇൻവെർട്ടർ കേടുവരെ, മോട്ടർ കേടുവരെ, അങ്ങനെയൊക്കെ എന്താണെങ്കിലും നമ്മളത് വേഗത്തിൽ കൈകാര്യം ചെയ്യും. നമ്മുടെ ഈ ഒരു ടെൻഡൻസി നമുക്ക് ഒരുപാട് നന്മകളിൽ വിനിയോഗിക്കാൻ പറ്റും. ആളുകൾ നമ്മെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ശരി, പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എല്ലായിടത്തും കണ്ടറിഞ്ഞ് ഇടപെടാനുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടായാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും. അതായത് നാട്ടിൽ പട്ടിണി കിടന്ന് ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് കണ്ടറിഞ്ഞ് ആ ആളുകൾ കൂർക്കം വലിച്ചുറങ്ങുന്ന രാത്രിയിൽ ആ വീടിന്റെ കോലായിൽ അവർക്ക് നേരം വെളുത്ത് ഭക്ഷിക്കാനുള്ള ഭക്ഷണപ്പൊതി കൊണ്ടുപോയി വെച്ചുകൊടുത്തത് സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട ഉത്തമ തലമുറയെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച നമ്മുടെ മുൻഗാമികളാണ്. അലി സൈനുൽ ആബിദീൻ, അദ്ദേഹം മരിച്ചപ്പോഴാണ് അറിയുന്നത് ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് അദ്ദേഹമായിരുന്നു ഭക്ഷണം എത്തിച്ചു കൊടുത്തത് എന്ന്. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന സോഴ്സ് അറിയാതെയാണ് അവർ ആ ഭക്ഷണം കഴിച്ചത്. അദ്ദേഹം മരിച്ച അന്ന് മുതൽക്ക് ആ ഗ്രാമത്തിലെ ഒരുപാട് വീടുകൾ പട്ടിണിയിലായിരുന്നു എന്നതാണ്. തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായിട്ട് പുറപ്പെട്ട് പിന്നീട് തന്റെ യാത്രാ വഴിയിൽ കാണുന്ന പാവങ്ങൾക്ക് തന്റെ ഉച്ചഭക്ഷണം ഊട്ടുന്ന സലഫുകളെ നമ്മൾ കാണുകയാണ്. അവിടെയൊക്കെ കണ്ടറിവാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പള്ളി, ഈ പള്ളിയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് നമുക്ക് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ നിർവഹിച്ചു കൊടുക്കും. ഒരു ചവിട്ടി ഇല്ലെങ്കിൽ അവിടെ ഒരു ചവിട്ടി കൊണ്ടുപോയിടാൻ, ഒരു പൈപ്പ് ലീക്ക് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൈപ്പ് മാറ്റിക്കൊടുക്കാൻ, ടോയ്ലറ്റിൽ കറ പിടിച്ചത് കാണുന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് റീപ്ലേസ് ചെയ്യാൻ. ഇവിടുത്തെ 3 സഫിലെ ഈ മുസല്ല, 3 സഫിലെ കാർപ്പറ്റ് ദ്രവിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഈ ലെഫ്റ്റ് സൈഡ്, അല്ലെ, ആ മുസല്ല നമ്മൾ അവിടെ സുജൂദ് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ഇരുന്ന് ഖുതുബ കേൾക്കുന്നുണ്ട്, നമ്മളവിടെ നിസ്കരിച്ച് ഒരുപാട് തവണ പോകുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ജുമുഅ കഴിഞ്ഞ് അസർ വരെ ഇവിടെ റെസ്റ്റ് എടുത്തപ്പോഴാണ് ഈ പായ ഈ കോലത്തിലായത് കാണുന്നത്. മഴ കൊണ്ടിട്ടോ എന്തൊരു കാരണത്താലാണ്, ഈ സൈഡിന് പ്രശ്നമല്ല, ഈ സൈഡാ പ്രശ്നം. അപ്പൊ നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാവുന്ന പണികൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ നിർവഹിക്കണം. അല്ലാഹുവിന്റെ പള്ളി സ്വന്തമായിട്ട് നിർമ്മിച്ച് കോടികൾ വിലപിടിപ്പുള്ള സ്ഥലം പണം കൊടുത്തു വാങ്ങി കോടികൾക്ക് പള്ളി സ്വന്തം ചെലവിലുണ്ടാക്കി എല്ലാ ദിവസവും ഇശാ ജമാഅത്ത് കഴിഞ്ഞ് ആ പള്ളിയുടെ ടോയ്ലറ്റും കഴുകിയിട്ടാണ് ഒരു നാട്ടിലെ വലിയൊരു പ്രമാണി വീട്ടിലേക്ക് പോകുന്നത്. സ്വന്തം പൈസക്ക് സ്ഥലം വാങ്ങി സ്വന്തം പൈസക്ക് കോടികളുടെ പള്ളി ഉണ്ടാക്കി ആ പള്ളി ആ മനുഷ്യനാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സദസ്സിൽ ക്ലാസ് കഴിഞ്ഞാൽ എണീറ്റ് പോകുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എണീക്കുന്നില്ല. അപ്പൊ ശിഷ്യന്മാർ അത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ശിഷ്യൻ അദ്ദേഹത്തെ നോട്ട് ചെയ്ത് മറഞ്ഞു നിന്നു. എന്താണ് ഷെയ്ഖ് ചെയ്യുന്നത്, ഇന്ന് പോകാണ്ട് ഇവിടെ എന്തിനാ ഇരിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം അവിടെ നിന്നപ്പോ അദ്ദേഹം കാണുന്നത് പള്ളിയിലെ ദർസിൽ നിന്ന് ആളുകൾ തിരിഞ്ഞുപോയപ്പോ ഷെയ്ഖ് ആരും കാണാതെ ആ പള്ളിയിൽ വീണ താടിരോമങ്ങളും മുടിയും പെറുക്കി പുറത്തേക്ക് കളയുകയാണ്. അതിലൂടെ കിട്ടുന്ന വലിയൊരു പ്രതിഫലം മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തെ ശുചീകരിക്കാനുള്ള ഒരു കണ്ടറിവ് അത് നമുക്കെല്ലാവർക്കും വേണം. മറ്റുള്ളവരെ സഹായിക്കാനും ഉപദ്രവങ്ങൾ നീക്കിക്കൊടുക്കാനും അല്ലാഹുവിന്റെ ഭവനത്തിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അനവഖാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാക്കദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവന് ഇപ്രകാരമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആരാ യതീമിനെ സേവിക്കൽ ഈ കാലത്ത് ഉണ്ടോ? മുമ്പൊക്കെ യതീമക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, യതീങ്ങാനക്ക് പിരിവ്, അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് ആരാണ് യതീമിനെ നോക്കുന്ന ആൾക്കാർ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അർമിലത്തിനു വേണ്ടി, വിധവകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ, രാത്രിയിൽ മുഴുവൻ നിന്ന് നിസ്കരിച്ച, പകലിൽ മുഴുവൻ ധർമ്മസമര ഭൂമിയിൽ പോരാടിയ, പകലിൽ മുഴുവൻ നോമ്പ് നോറ്റ കൂലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയിരിക്കുകയാണ്. ആർക്ക്? വിധവകൾക്ക് വേണ്ട സൗകര്യങ്ങൾ, അവരെ ചൂഷണം ചെയ്യല്ല, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരുമറിയാതെ ഇടപെടുന്ന ആളുകൾക്ക്, യതീമുകളെ സംരക്ഷിക്കുന്നവർക്ക്, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവർക്ക്
അള്ളാഹുവിന്റെ ഭവനങ്ങൾ നിർമ്മിക്കുന്ന, അതിനെ പരിചരിക്കുന്ന ആളുകൾക്ക് ഈ മുസല്ലയിൽ വീഴുന്ന ഓരോ സുജൂദും നമ്മുടെ ഖബറിലേക്കുള്ള പുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ പലതിനായി പല രൂപത്തിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓരോ രംഗത്തും നമ്മുടെ പരലോകത്തിനു വേണ്ടി ഒരുക്കുകൂട്ടാൻ നല്ല ചിന്തയോടെ, നല്ല ജാഗ്രതയോടെ, നല്ല ഗൗരവത്തോടെ. സുഹൃത്തുക്കൾ, ദുനിയാവിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടമല്ല. പരലോകത്ത് സ്വർഗം നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. ദുനിയാവിൽ എന്ത് കിട്ടിയില്ലെങ്കിലും മരിച്ചപ്പോൾ സ്വർഗം കിട്ടിയെങ്കിൽ നമ്മൾ വിജയിച്ച്. ദുനിയാവിൽ എല്ലാ സൗകര്യത്തിനും കഴിച്ചുകൂട്ടി മരിച്ചു എന്നപ്പോൾ സ്വർഗമല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഈ ദുനിയാവിൽ ഏറ്റവും നല്ല സുഖത്തിൽ ജീവിച്ചവനെ നരകത്തിൽ ഒറ്റ മുക്കി മുകളിലേക്ക് എടുത്തിട്ട് ചോദിക്കും, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അയാൾ പറയും, ദുനിയാവിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ക്ലേശവുമായിരുന്നു. ഒക്കെ അയാൾ മറന്നുപോയിട്ടുണ്ട്. അത്രയും ഭീകരമാണ് നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമയം വാല്യുബിളാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാം ഉപയോഗപ്പെടുത്തി മടിയും അലസതയും ഇല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി അതിശീഘ്രം കുതിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഫിത്നകളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ എല്ലാം ബർക്കത്തും റഹ്മത്തും കൺകുളിർമയും സമാശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തെ വളരെ എളുപ്പത്തിലാക്കുകയും ആഖിറത്തിന്റെ കാര്യത്തിലേക്ക് നമ്മുടെ സമയത്തെ മാറ്റാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും, കടക്കണികളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, വർഗീയ സംഘടനകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിങ്കലേക്ക് ഉള്ള കർമ്മങ്ങളെ ഒട്ടും അമാന്തമില്ലാതെ അതിവേഗതയിൽ അതിന്റെ സമയത്ത് തന്നെ താൽപര്യത്തോടെ, ഇഷ്ടത്തോടെ, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള നല്ല മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കേൾക്കുമ്പോൾ ചെയ്യണം എന്ന് തോന്നുന്ന ആ മനസ്സ് അള്ളാഹു നമുക്ക് എപ്പോഴും നിലനിർത്തി തരുമാറാവട്ടെ. ഹറാമിലേക്ക്, അവിഹിതങ്ങളിലേക്ക്, അനാശാസ്യങ്ങളിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, അനാവശ്യമായ കൂത്താട്ടങ്ങളിലേക്ക് പോകാതെ അള്ളാഹുവിന്റെ ഖുർആനിനെയും സുന്നത്തിനെയും മാറോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന നല്ല ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിദ്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. ഫലസ്തീനിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുമൊക്കെ യുദ്ധത്തെ നേർക്കുനേരെ അഭിമുഖീകരിക്കുന്ന പാവങ്ങൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യവും സമാധാനവും തിരിച്ചു നൽകുമാറാവട്ടെ. അവരെ കണ്ണീരിലാഴ്ത്തി ആനന്ദ നൃത്തമാടുന്ന ആളുകൾക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رحمن.